മറ്റൊരു വാർത്തയിലേക്ക് CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മം ചിലരിപ്പോൾ സനാതനത്തിൻ്റെ പേരിൽ പുറപ്പെട്ടിട്ടുണ്ട്. സനാതന ധർമ്മം എങ്ങനെ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ജാതി ശ്രേണിയിൽ ഓരോ ജാതി വിഭാഗങ്ങളും ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട് എത്ര അകലത്തിൽ ജീവിക്കണം, എത്ര അകലത്തിൽ നിൽക്കണം, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാന്ന് നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ, അങ്ങനെയുള്ള മനു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ, ചാതുർവർണ്ണ്യം, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്നാണ് പച്ചയായി BJP RSS മുന്നോട്ടേക്ക് വെച്ചത്. വേണോ? ഇതാണ് പ്രശ്നം. ഭരണഘടന മാറുന്നു എന്ന് പറയുമ്പോൾ എന്നാ മാറുന്നതിൻ്റെ കുഴപ്പമെന്നാ. ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ നിയമസഭയിൽ ഒരു പരിപാടി വന്നപ്പോൾ കൃഷ്ണദാസ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ 100 മാറ്റിയിട്ടുണ്ട്, എന്താ മാറ്റുന്നതിന് എന്താ കുഴപ്പമെന്നാ? മാറ്റുന്നതിന് ഞങ്ങൾ ഇതിലല്ല, മാറ്റുന്നത് എങ്ങനെ? ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അതിന് നിങ്ങൾ നൽകുന്ന ഓമന പേരാണ് സനാതന ധർമ്മം. എന്ത് സനാതന ധർമ്മമാണ് നിങ്ങൾ നടപ്പിലാക്കിയത് ഇന്ത്യയിൽ, കേരളത്തിൽ? നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൺമുമ്പിൽ നിന്നാണ് ഈ സമൂഹം അടിമതുല്യമായ ജീവിതം നയിച്ചത്. സഖാവ് EMS ചൂണ്ടിക്കാണിച്ച ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഭാഗമായി അതിൻ്റെ പേരാ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന സനാതനം. ആർക്കാ സനാതനധർമ്മം? ബ്രാഹ്മണ്യം. സവർണ വിഭാഗത്തിൻ്റെ എല്ലാം പറയാൻ സാധിക്കില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതി ശ്രേണിയിൽ വ്യത്യാസമുണ്ട്. ബ്രാഹ്മണന് കല്യാണം കഴിക്കാം, നായര, പക്ഷേ അതിലുണ്ടാകുന്ന കുട്ടിക്ക് അയിത്താണ്, സ്വത്തുമില്ല, ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല. അതാണ് അവരുടെ ഉന്നം. സ്വത്ത് ഇല്ലത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സംബന്ധം കഴിച്ച് ആദ്യത്തെ ഒരാൾക്ക് മാത്രം വേളി, ബാക്കിയുള്ളവർക്ക് സംബന്ധം കഴിച്ചാൽ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല, കാരണം സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇമാതിരിയായ ഇതാ ഈ പറയുന്ന സനാതനം. എന്തൊക്കെ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ കേരളത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കി, ഇപ്പോഴും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ ജാതി അതിശക്തമത്തായ രീതിയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ തമിഴ്നാട് ഉൾപ്പെടെ നിലനിൽക്കുക. അതിനെതിരായി ദേശീയ പ്രസ്ഥാനം, അതിനു മുമ്പ് നവോത്ഥാന പ്രസ്ഥാനം നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ കേരളം രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. ഞാനതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പച്ചയായിട്ട് പറയുന്ന BJPയെ പ്രതിരോധിച്ചില്ല എങ്കിൽ നമ്മുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കാനേ പറ്റില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങൾക്ക് 430 സീറ്റ് വരെ ലഭിക്കുകയും ഭരണഘടന നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിലൂടെ കാര്യങ്ങൾ നീക്കുന്ന സ്ഥിതിയിലേക്ക് ഭരണഘടന മാറ്റുകയും ചെയ്താൽ ഇന്ത്യയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ പ്രത്യയശാസ്ത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? ഒരു ഖണ്ഡികയുടെ ഒരു അധ്യായം തന്നെയുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു ആരാ? ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഗോൾവാൾക്കറുടെ വിചാരധാര, ആ വിചാരധാരയിൽ എഴുതി വെച്ച 3 ആഭ്യന്തര ശത്രുക്കൾ ഉന്മൂലനം ചെയ്യണമെന്നാ, ഇല്ലാതാക്കണം. ഈ ഭരണഘടന ഭേദഗതി ചെയ്ത് അങ്ങനെ ഒരു ഭരണഘടനക്ക് അനുസരിച്ച് ഈ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ഭരിക്കാനുള്ള സൗകര്യം കൂടി കിട്ടിയാൽ ഈ സമ്മേളനം നടക്കുമോ? പിന്നെ നടക്കില്ല. ഈ ഒരു കൂടിച്ചേരലുണ്ടാവുമോ ഇന്ത്യയിൽ? ഇല്ല. അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിൽ കൃത്യമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾക്ക് മാത്രം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ CPMന് മാത്രം ആ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ എന്താ വഴി? ഈ അപകടത്തെ ഒഴിവാക്കാൻ എന്താണ് വഴി? വരാൻ പോകുന്ന 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്കുള്ള BJPയുടെ ഈ പറഞ്ഞ 430 സീറ്റ് വരെ നേടി ഭരണഘടനയെ പൂർണ്ണമായി
മാറ്റി മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതിനെ നമുക്ക് എങ്ങനെ തടയാം? 23-ാം പാർട്ടി കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ അതിന്റെ അടവ് നയം വ്യക്തമാക്കിയപ്പോൾ പറഞ്ഞു, അതിപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ഒരു സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതൊക്കെ വലിയ പ്രയാസമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ ബ്ലോക്ക് വന്നത്. പക്ഷേ CPIM പറഞ്ഞു വെച്ചത് 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 37%. 63% BJP വിരുദ്ധ വോട്ടാണ്. അപ്പം എന്താ ചെയ്യാം? എങ്ങനെ BJPയെ തോൽപ്പിക്കാം? BJPയെ തോൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു, ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. ഇപ്പോൾ തമിഴ്നാട്, കർണാടക ഓരോ സംസ്ഥാനം എടുക്കുക. ആ സംസ്ഥാനത്തിലെ BJP വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാം. എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. MV ഗോവിന്ദൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം ന്യൂസ് 18 ക്യാമ്പയിൻ